കൊല്ലം ഏരൂരിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നോക്കി നിൽക്കെ അഭിഭാഷകന്റെ നഗ്നതാ പ്രദർശനവും അഴിഞ്ഞാട്ടവും. അണ്ടത്തൂർ സ്വദേശിയും അഭിഭാഷകനുമായ ജിജി പാപ്പച്ചൻ എന്നയാളാണ് സ്ത്രീകളെയും കുട്ടികളെയും അടക്കമുള്ള നാട്ടുകാരെ ഭീഷണിപ്പെടുത്തുകയും നഗ്നതാ പ്രദർശനം നടത്തുകയും ചെയ്തത്. വിവരം പോലീസിനെ അറിയിച്ചിട്ടും യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ലെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. സ്ത്രീകളും കുട്ടികളും ഉള്ളിടത്തും ചായക്കടയിലുമെത്തി ഇയാൾ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ടെന്നാണ് നാട്ടുകാരുടെ പരാതി. സംഭവം അറിഞ്ഞെത്തിയ മാധ്യമ പ്രവർത്തകർ ദൃശ്യം പകർത്താൻ ശ്രമിക്കവേ പ്രാദേശിക മാധ്യമ പ്രവർത്തകനു നേരെയും ഇയാളുടെ അതിക്രമമുണ്ടായി. ന്യൂസ് കേരള റിപ്പോർട്ടർ മൊയ്തു അഞ്ചലിന് നേരെയാണ് ഇയാൾ അതിക്രമം കാട്ടിയത്. ദൃശ്യം പകർത്താൻ ശ്രമിച്ച മൊയ്തുവിന്റെ മുഖത്ത് തിളച്ച ചായ ഒഴിച്ച ഇയാൾ ചവിട്ടി നിലത്തിടാനും ശ്രമിച്ചു. ഇതാണ് വക്കീല്. ചൂട് തിളച്ച ചായ കണ്ണിലൊഴിച്ചിരിക്കുന്നത്. അയാള് നാട്ടുകാർക്ക് പൊതുശല്യമാണ് ഈ വക്കീല്. അതായത് മുണ്ട് ഉടുക്കാറില്ല. സ്ത്രീകൾക്ക് ജീവിക്കാൻ വയ്യ, മുണ്ടുമൊക്കെ കാണിക്കുക. അത് നാട്ടുകാരുടെ പരാതി തുടർന്ന് ചിത്രീകരിക്കാൻ എത്തിയ നമ്മളുടെ അവസ്ഥ ഇതാണ്. കണ്ടോ, തിളച്ച ചായ ഒഴിച്ചിരിക്കുകയാണ്. തിളച്ച ചായ. പോലീസ് നിഷ്ക്രിയമാണ്. കാരണം പോലീസ് വക്കീലായതുകൊണ്ട് ഡയറക്റ്റ് നിയമ നടപടിയിലേക്ക് പോകാൻ പറ്റാത്ത സാഹചര്യമാണ്. നാട്ടുകാരും വഴിയാത്രക്കാരും ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയപ്പോൾ കാഴ്ചക്കാരായി നിൽക്കുകയാണ് പോലീസ് ചെയ്തത്. തൊട്ടടുത്ത ചായക്കടക്കാരനോട് വർഗീയ പരാമർശം നടത്തിയപ്പോഴും പോലീസ് നോക്കി നിന്നു. നാട്ടുകാരും വഴിയാത്രക്കാരും ഉൾപ്പെടെ ഇയാളെ കൈകാര്യം ചെയ്യുമെന്ന അവസ്ഥയെത്തിയപ്പോഴാണ് പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. ശല്യമാണെങ്കിൽ ഇപ്പൊ കാണുന്ന സീനല്ലേ, അറിഞ്ഞു കൊടുക്കണം. അവരെ പ്രതിയാക്കുന്നു ആര്? പോലീസ്. എന്തോ അദ്ദേഹത്തിന്റെ പേര്? അവന്റെ പേര് പോട്ടെ. അയാളങ്ങ് പോട്ടെ, സാമാനത്തിൽ പോട്ടെ. കസ്റ്റഡിയിലെടുത്ത ജിജി പാപ്പച്ചനെ വൈദ്യപരിശോധനക്കായി എത്തിച്ചപ്പോൾ അയാൾ അനുവദിച്ചില്ല. പോലീസ് സ്റ്റേഷനിൽ വെച്ചും ഇയാൾ അതിക്രമം തുടർന്നു. ബന്ധുക്കളുമായി പോലീസ് ബന്ധപ്പെട്ടെങ്കിലും ഇയാളെ ഏറ്റെടുക്കാൻ ആരും തയ്യാറായില്ല. പ്രദേശത്ത് നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഇയാൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് ജനപ്രതിനിധികളും നാട്ടുകാരും ആവശ്യപ്പെട്ടു. ഞങ്ങളെല്ലാം ഇരിക്കുന്നത് വീറുമില്ല രാമന്മാരാന്നുള്ള തോന്നലൊക്കെ മാറ്റണം. അല്ല എന്തോന്ന് അല്ല എന്താ മര്യാദ? വീറുമില്ല വിളിച്ചോന്ന് വന്നായിരുന്നു. സ്ത്രീകളെ അടക്കം അസഭ്യം പറയുകയും സ്ത്രീകളുടെ മുന്നിൽ വെച്ച് ഉടുമുണ്ടൊഴിയുകയും ചെയ്ത ഈ വക്കീലിനെതിരെ ഒരു ചെറുവിരൽ അനക്കാൻ പോലും പോലീസ് തയ്യാറായില്ല. എന്റെ കൊച്ചത്താന് എനിക്കെങ്ങനെ കൊച്ചത്താവുന്നേ? എന്റെ ഭർത്താവിന്റെ കൊച്ചത്തായ അത് അവിടെ ചെന്നാ മതി. ഞങ്ങള് കുടുംബമായിട്ട് ജീവിക്കുന്നതാ. ഞങ്ങളുടെ അടുത്ത് പറയേണ്ട കാര്യമില്ല. ഞങ്ങളുടെ അടുത്ത് പറയണ്ട. അത് നിങ്ങളുടെ വീട് തള്ളിപ്പെടുന്നെങ്കിൽ പല്ല് പൊള്ളിച്ചാരെ വീട്ടിലോട്ട് ചെല്ല്. ഞങ്ങളുടെ വീട്ടിലല്ല വരേണ്ടത്. ഞങ്ങള് കേസ് കൊടുക്കാതിരിക്കുകയോ ചെയ്തോളാം. പക്ഷെ ഞങ്ങൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കല്ലോ പറഞ്ഞോളൂ. നിങ്ങൾക്ക് അങ്ങനെ ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിന്റെ അടുത്ത് പോകണം. നിങ്ങളുടെ വീട്ടിന്റെ അടുത്ത് പോയാൽ നിങ്ങളുടെ അടുത്ത് അലക്കുന്നവർ ആരാന്ന് വെച്ചാൽ അവരുടെ അടുത്ത് ചെല്ലണം. ഇവിടെ വരേണ്ട കാര്യമില്ല. ആര്? സലാമിന്റെ അടുത്ത് ചെല്ല്. ഇവിടെ വരുന്ന എന്തോത്തിനാ? ഞാൻ അറിയാതെ ചോദിക്കുക. നിങ്ങൾ ഇത്രയും നാൾ ഇതിലേ പോയി മാന്യം മര്യാദയായിട്ട് നമ്മൾ ഇടപെട്ടിട്ടുള്ളൂ.
ഇവിടെ വരേണ്ട കാര്യമില്ല. നിങ്ങൾ നീതി പഠിച്ച ഒരു മനുഷ്യനാ. നിങ്ങൾ ഇവിടെ വരേണ്ട കാര്യമില്ല. നിങ്ങൾ അവൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവന്റെ അടുത്ത് ചെല്ലണം. ഞങ്ങളെ വീട്ടിൽ വരണ്ട. നിങ്ങൾക്ക് ഇത് തെറ്റുള്ള കാര്യമല്ലയോ? നിങ്ങൾക്ക് ഒരു മോളുള്ളതല്ലയോ? ആണോ? അന്നേരം ഇതിന്റെ മാന്യത ഉണ്ടോ? ഇതൊരു മാന്യതയാണോ കാണിക്കുന്നത്? അതിപ്പോ ഞങ്ങളുടെ അടുത്ത് കാണിക്കേണ്ട കാര്യമില്ലെന്നാ സാറേ പറഞ്ഞത്. ഞങ്ങളുടെ അടുത്ത് കാണിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ സലാമിന്റെ അടുത്ത് കാണിച്ചിട്ടുണ്ടെങ്കിൽ സലാമിന്റെ വീടുണ്ട്, സലാമിന്റെ മക്കൾ അവിടെ താമസമുണ്ട്, അങ്ങോട്ട് പിന്നെ ഞങ്ങൾ ഇവിടെ കുടുംബമായിട്ട് താമസിക്കുന്നത് ഞങ്ങളുടെ അടുത്ത് തല്ലുകൂടാൻ വരണോ? അത് കുഞ്ഞുങ്ങളുടെ അടുത്ത് തന്നെ. സലാമിന്റെ വീട്ടിൽ ചെല്ല്, സലാമിന്റെ മക്കളുടെ അടുത്ത് ചെല്ല്. സലാമിന്റെ മക്കൾ കൊണ്ട് അവിടെ താമസിക്കുന്നത്, അങ്ങോട്ട് ചെല്ല്. ഇങ്ങോട്ട് വരണ്ട. ഇത് ഇവിടെ വരേണ്ട കാര്യമില്ല. ഇവിടെ നവാസും പിള്ളേരുമാ താമസിക്കുന്നത്. അതിന്റെ ആവശ്യമില്ല. ആയിക്കോട്ടെ, കണ്ടോണ്ടാണ് ഇത്രയും നാള് മാന്യത കാണിച്ചു പിടിക്കുന്നത്. ഇത്രയും നാള് മാന്യത കാണിച്ചിരുന്നത് അതുകൊണ്ടാണ്. പരാതിയുമായി സ്റ്റേഷനിലെത്തിയ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള കുട്ടികൾ ഉൾപ്പെടെയുള്ളവരോട് പോലീസ് പറഞ്ഞത് ഞങ്ങൾക്ക് കുടുംബമുണ്ട്, ഞങ്ങൾക്ക് കുട്ടികളുണ്ട്, ഞങ്ങൾക്ക് പ്രാരാബ്ധമുണ്ട്, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നാണ്. 2 സ്ത്രീകൾ 2 കുട്ടികൾ മാത്രം താമസിക്കുന്ന വീടാണ്. അപ്പുറത്ത് ഒരു പ്രവാസിയുടെ വീടാണ്. അവിടെ വന്നിട്ട് രാവിലെ തൊട്ട് ഇതായിരുന്നു പരിപാടി. അപ്പൊ എന്നെ വിളിച്ച് ഇങ്ങനെ പറഞ്ഞു. എന്താണ് പരിപാടി എന്ന് പറഞ്ഞാല് നഗ്ന പ്രവേശം കാണിക്കുക, തുണി ഉരിഞ്ഞു കളയുക. ഉരിഞ്ഞു കളഞ്ഞിട്ട് ഇങ്ങനെ എന്റെ വീടിന്റെ അപ്പുറം വരെ വരും, അതിന് കുറച്ച് അപ്പുറത്തോട്ട് പോകും. അത് കഴിഞ്ഞ് വന്നാൽ ഇതാണ് മൂപ്പർക്ക് പരിപാടി. അങ്ങനെയാണ് ഞാൻ ഏരിയ സ്റ്റേഷനിലേക്ക് വിളിച്ചു പറഞ്ഞത്. അപ്പോൾ പോലീസുകാർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ വക്കീലാണ്, അവർക്ക് പോലീസുകാർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതിനിടയ്ക്ക് ഒരു പോലീസ് വണ്ടി വന്നായിരുന്നു, വന്നിട്ട് ഇവനെ കണ്ടുകൊണ്ടെന്ന് തിരിച്ചു പോവുകയും ചെയ്തു. ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ വട്ടം ഉള്ള ഇതിനെ പറ്റി അന്വേഷിച്ചാൽ അറിയാൻ പറ്റും. ഡെയിലി ഇത് തന്നെ, മിക്ക സമയങ്ങളിലും ഇതൊക്കെ തന്നെയാണ്. പോലീസ് നിസ്സഹായരായാൽ ഇയാളെ പോലെയുള്ള വക്കീലന്മാരും അക്രമകാരികളും സ്ത്രീകൾക്കെതിരെയും കുട്ടികൾക്കെതിരെയും അതിക്രമം കാണിച്ചാൽ ഞങ്ങൾക്ക് സംരക്ഷണം തരാൻ മറ്റാരാണുള്ളത് എന്ന ആശങ്കയാണ് ആ പ്രദേശത്തെ ജനങ്ങൾ അറിവിൻ പൂനിലാവിനോട് പങ്കുവച്ചിട്ടുള്ളത്. അഭിഭാഷകൻ എന്ന പദവി ദുരുപയോഗം ചെയ്തുകൊണ്ട് ഇത്തരം ലൈംഗിക ചേഷ്ടകൾ കാണിക്കുകയും സ്ത്രീകളെയും കുട്ടികളെയും ആക്രമിക്കുകയും ചെയ്യുന്നവരെ പിടിച്ചുകെട്ടാൻ പോലീസിന് കഴിയില്ലെങ്കിൽ മറ്റാരാണ് ഇവരെ പോലെയുള്ളവരെ പിടിച്ചുകെട്ടുക? പോലീസിന്റെ കുടുംബത്തെയും പ്രാരാബ്ധതയും കാണിച്ചുകൊണ്ട് നിസ്സഹായരായിരിക്കുമ്പോൾ ആരാണ് ഇയാളെ പോലെയുള്ളവരെ തളയ്ക്കുക? ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. നന്മ വളരട്ടെ, തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം.